സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനാചരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ഒരു വെബ് പേജിൻ്റെ മാതൃക ചുവടെ തന്നിരിക്കുന്നു. മാതൃകയിലേതുപോലെ ഒരു വെബ് പേജ് തയ്യാറാക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ .html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് CSSൽ ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക. വെബ് പേജിലെ പ്രധാന തലക്കെട്ടിന് സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്നതിന് ഫോണ്ട് സൈസ് 30 px ആക്കുക. ഫോണ്ട് കളർ വൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്നിവ നൽകുക. രണ്ടാമത്തെ തലക്കെട്ടിന് മാതൃകയിലേതുപോലെ അക്ഷരനിറം ബ്രൗൺ നൽകുക. മാറ്റം വരുത്തിയ ഫയൽ സേവാ സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ എക്സാം10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യം: A model of a web page prepared as part of the Free Software Day celebration is given. Create a similar web page as shown in the model. Open the file software freedom day .html given the folder exam documents in home in a text editor and make the following changes to the CSS. Give font size 30 pixel, font color white and background color red to the main heading of the web page. Give font color brown to the second heading as in the model. Save the modified file using the Save As option in the folder exam10 in home with your register number question number as the file name. Then open the file in web browser. Home folder തുറക്കുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന ഫയൽ ഇവിടെയുണ്ട്. ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുവാനായി റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ അത് തുറക്കുന്നു. സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് തുറക്കുകയാണ്. ആദ്യം സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന തലക്കെട്ടിന് മാറ്റം വരുത്താം. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്നത് ഇവിടെയാണ്. അതിൻ്റെ HTML ടാഗ് h2 എന്നതാണ്. CSS ഭാഗത്തുള്ള h2 ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. ഫോണ്ട് സൈസ് ഇവിടെ 30 ആക്കണം. 30 ആക്കി. ഫോണ്ട് കളർ ബ്ലൂ എന്നത് മാറ്റി വൈറ്റ് എന്നാക്കുന്നു. വൈറ്റ് എന്നാക്കി. തലക്കെട്ടിന് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്നുകൂടി നൽകുവാൻ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ കോഡ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാൽ കോളൻ ചിഹ്നം ടൈപ്പ് ചെയ്യുക. ചുവപ്പ് നിറം നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് റെഡ് എന്ന് കൊടുത്തു. ഇനി സെമി കോളൻ ചിഹ്നം. രണ്ടാമത്തെ തലക്കെട്ടിനും മാറ്റം വരുത്തണം. 3rd Saturday of September. അതിവിടെയാണ്. അതിൻ്റെ HTML ടാഗ് h3 ആണ്. CSSൽ h3 ഇവിടെയാണ്. അതുകൊണ്ട് മാറ്റം വരുത്തേണ്ടത് ഇതിനുള്ളിലാണ്. ഇവിടെ അക്ഷരനിറം ബ്രൗൺ ആക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റെഡ് മായ്ച്ചതിന് ശേഷം അവിടെ ബ്രൗൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇത് സേവാ സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യണം. ഇവിടെ സേവ് എന്നതിൻ്റെ വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സേവ് ആസ് തിരഞ്ഞെടുക്കുന്നു. ഇനി ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. exam10 സെലക്ട് ചെയ്യുന്നു. ഇനി നെയിമിൻ്റെ ഭാഗത്ത് പേര് നൽകുക. പേര് നൽകി. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ ബ്രൗസറിൽ തുറക്കുവാനായി ഹോം തുറക്കുന്നു. അതിനുശേഷം exam10 തുറക്കണം. exam10 തുറക്കുന്നു. തന്നിരിക്കുന്ന മോഡലുമായി വ്യത്യാസമുണ്ട്. പച്ചയല്ല, ലൈറ്റ് ഗ്രീൻ ആണ് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടത്. അതുപോലെ പാരഗ്രാഫിൻ്റെ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് ആണ് വേണ്ടത്, ബ്രൗൺ അല്ല. ആ മാറ്റങ്ങൾ കൂടി നമുക്ക് വരുത്തി നോക്കാം. ഇവിടെ ബോഡി ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഗ്രീൻ മാറ്റിയിട്ട് ലൈറ്റ് ബ്ലൂ എന്നാക്കുന്നു. പാരഗ്രാഫിന് P ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ബ്രൗൺ മായ്ച്ചു കളഞ്ഞിട്ട് ബ്ലാക്ക് എന്ന് നൽകുന്നു. ബ്ലാക്ക് എന്ന് നൽകി. വീണ്ടും ഫയൽ സേവ് ചെയ്യുന്നു.
വെബ് പേജ് റീലോഡ് ചെയ്യുന്നു. ഇപ്പോൾ വെബ് പേജ് കൃത്യമായും ചോദ്യത്തിൽ കണ്ടതുപോലെ തന്നെയായി.